കടത്തലായതിൻ്റെ അനുഭവവും വെല്ലുവിളിയും അതിൽ കടന്നതാണ്. കടം വാങ്ങൽ എന്നത് ഒരു വിദ്യാഭ്യാസം, വീട്, കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് പോലും ധനസഹായം നൽകുന്നു. ശരിയായി മാനേജ് ചെയ്യുകയാണെങ്കിൽ വായ്പ എടുക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും. എന്നിരുന്നാലും തെറ്റായി കൈകാര്യം ചെയ്ത കടങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ക്ഷേമത്തെ മാത്രമല്ല വളരെയധികം മാനസിക സമ്മർദ്ദത്തിനും കാരണമാകും. ചെറിയ കടങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിലും ഭവന വായ്പ പോലുള്ള ദീർഘകാല കടങ്ങൾ കൂടുതൽ വെല്ലുവിളിയാണ്. എന്നിരുന്നാലും ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള വ്യക്തികൾക്ക് കടങ്ങൾ തീർക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ള പ്രക്രിയ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്കും കഴിയും. നന്നായി ചിന്തിക്കുന്ന ഒരു സാമ്പത്തിക പദ്ധതിയും അച്ചടക്കവും മാത്രമാണ് ഇതിന് വേണ്ടത്. നിങ്ങളുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് ധാർമ്മികവും നിയമപരവും സാമ്പത്തികപരവുമായ ബാധ്യതയാണ്. അതിനാൽ കടത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നിങ്ങളുടെ വഴി എങ്ങനെ ചാർട്ട് ചെയ്യാമെന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ കടങ്ങളുടെ സ്റ്റോക്ക് എടുക്കുക. നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത് അവ കൈകാര്യം ചെയ്യുന്നതിനെ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ആദ്യ ഘട്ടമാണ്. നിങ്ങളുടെ വിവിധ കടങ്ങളുടെ EMI, പലിശ നിരക്ക്, കാലാവധി എന്നിവ ഉപയോഗിച്ച് ഒരു പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ആരംഭിക്കുക. ഏറ്റവും അടിയന്തരമോ ചെലവേറിയതോ ആയ കടങ്ങൾ നിർണ്ണയിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. രണ്ടാമത്, എല്ലായ്പ്പോഴും കൃത്യസമയത്ത് നിങ്ങളുടെ പേയ്മെൻറ്റുകൾ ഓട്ടോമാറ്റിക് ആക്കുക. നിങ്ങളുടെ കടങ്ങൾ അടയ്ക്കുന്നതിന് സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ്. നിങ്ങളുടെ കടങ്ങൾ എല്ലാ മാസവും കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത തീയതിയിൽ EMIകൾ സ്വയംപ്രേരിതമായി തീർപ്പാക്കാൻ നിങ്ങളുടെ ബാങ്കുമായി ഒരു ECS മാൻഡേറ്ററി സജ്ജമാക്കുക. സമയബന്ധിതമായ പേയ്മെൻറ്റുകൾ വായ്പയുടെ കാലാവധിയിലൂടെ നിങ്ങളുടെ കടം കുറയ്ക്കുക മാത്രമല്ല, വൈകിയ പേയ്മെൻറ്റ് പിഴകൾ, ഒഴിവാക്കാവുന്ന പലിശ, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനുണ്ടായ നാശനഷ്ടങ്ങൾ എന്നിവയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ പണം, ചെക്ക്, ഡിപ്പോസിറ്റുകൾ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി സ്വമേധയാ പേയ്മെൻറ്റുകൾ നടത്തുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ EMI, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ ഓട്ടോമാറ്റിക് ആക്കുക. മൂന്നാമത്തെ പോയിന്റ്, മുൻഗണനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയ കടങ്ങൾ, പലിശ കൂടിയ കടങ്ങൾ പരിഹരിക്കുക. നിങ്ങളുടെ കുടിശ്ശികയുടെ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വിലയേറിയവ ടാർഗറ്റ് ചെയ്യുക. തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്തതും ഉയർന്ന പലിശ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതുമായ കടങ്ങളായിരിക്കണം ഇവ. ഉയർന്ന പലിശ നൽകുന്നത് നിങ്ങളുടെ ധനത്തെ ഇല്ലാതാക്കും. ഉദാഹരണത്തിന്, ഒരു ഭവന വായ്പയ്ക്ക് താരതമ്യേന കുറഞ്ഞ നിരക്ക് 8-9% ഒരു പേഴ്സണൽ ലോണിന് 12% വരെയാകാം. ക്രെഡിറ്റ് കാർഡ് കടം വളരെ വിലയേറിയതാണ്. അതിൻ്റെ വാർഷിക പലിശ നിരക്ക് ചിലപ്പോൾ 40% കൂടുതൽ വരാം. പ്രതിദിനം 1% എന്ന നിരക്കിൽ പലിശ എക്സ്ട്രാക്റ്റ് ചെയ്യാവുന്ന ലോണുകളുമുണ്ട്, അല്ലെങ്കിൽ പ്രതിവർഷം 365% കൂടുതൽ. അതിനാൽ നിങ്ങളുടെ ബാധ്യതകൾ നോക്കുകയും കൂടിയ പലിശ വരുന്ന വായ്പകളെ ക്ലോസ് ചെയ്യാൻ നോക്കുകയും ചെയ്യുക. കാരണം അവ പലപ്പോഴും കൂടുതൽ ധനം നമ്മിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. നാലാമത്തെ, പ്രീ പേയ്മെൻറ്റിനായി ആസൂത്രണം ചെയ്യുക. നിങ്ങളുടെ ബജറ്റിൻ്റെ സ്റ്റോക്ക് എടുക്കുക. പ്രതിമാസ ബജറ്റ് ഉണ്ടായിരിക്കുക എന്ന ഒരു സുപ്രധാനമായ മാനേജ്മെൻറ്റ് സാങ്കേതികതയാണ്. ഒരു ബജറ്റ് ആവിഷ്കരിക്കുന്നതിനുള്ള ആദ്യപടി നിങ്ങളുടെ വരുമാനത്തെയും ചെലവുകളെയും കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. നിങ്ങളുടെ ദൈനംദിന ചെലവ് കുറയ്ക്കുന്നതിനുള്ള വിവിധ വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ലാഭിച്ച പണം നിങ്ങളുടെ കടം തീർക്കാൻ ഉപയോഗിക്കാം. അഞ്ചാമത്തെ പോയിന്റ്, വളരെയധികം വായ്പകൾ ഉണ്ടെങ്കിൽ അവയെ ഏകീകരിക്കുക, ഒന്നാക്കുക. നിങ്ങൾക്ക് നിരവധി വായ്പകളുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാകാം. അവയെ ഒരു വായ്പയായി ഏകീകരിക്കുന്നത് പരിഗണിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് ഒരു EMI മാത്രം നൽകും. വ്യക്തിഗത വായ്പകൾ, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ഭവന വായ്പ എന്നിവയ്ക്ക് പോലും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഓപ്ഷനായി നൽകാം. ഇത് വിവിധ കടങ്ങൾ അടയ്ക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ട്രാക്ക് ചെയ്യുന്നതിന് ഒരു വായ്പ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കുറഞ്ഞ പലിശയ്ക്ക് ഉയർന്ന വായ്പ സ്വാപ്പ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ക്രെഡിറ്റ് കാർഡ് കടത്തിൽ 40% അടയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് 15% ഈടാക്കുന്ന ഒരു വ്യക്തിഗത വായ്പയിലേക്ക് മാറ്റാം. ആറാമത്തെ പോയിന്റ്, അധിക വായ്പകൾ ഒഴിവാക്കുക. നിങ്ങൾ ഇതിനകം തന്നെ ഗണ്യമായ കടബാധ്യതയിലാണെങ്കിലും കൂടുതൽ എടുക്കുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ എല്ലാ EMIകളും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകളും സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേക്ക് ഹോം വരുമാനത്തിൻ്റെ 40% കവിയാൻ പാടില്ല. നിങ്ങൾ ഈ പരിധി ലംഘിക്കുകയാണെങ്കിൽ, ചില കാരണങ്ങളാൽ നിങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുകയാണെങ്കിൽ
നിങ്ങളുടെ ധനകാര്യത്തിൽ ഗണ്യമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യും. 7ാമത്തെ പോയിന്റ്, സാമ്പത്തിക ഞെട്ടലുകൾക്കെതിരെ സ്വയം പരിരക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ നിലവിലെ ജീവിതശൈലി നിലനിർത്താൻ ആവശ്യമായ വരുമാനം നിങ്ങൾക്കില്ലാത്ത സാഹചര്യങ്ങളാണ് സാമ്പത്തിക വരുമാന ഞെട്ടലുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, തൊഴിൽ നഷ്ടപ്പെടുന്നത് വരുമാന നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. ഇത് നിങ്ങളുടെ EMI പോലുള്ള പതിവ് ചെലവുകൾ നിറവേറ്റാൻ സാധിക്കാതെയും വരാം. ഒരു വായ്പക്കാരനെന്ന നിലയിൽ എല്ലാ സാഹചര്യങ്ങൾക്കും ആവശ്യമായ ദ്രവ്യത നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പാക്കണം. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ നിലനിർത്താൻ കഴിയുന്ന ഒരു അടിയന്തര ഫണ്ട് സൃഷ്ടിക്കുക. ഒരു നിശ്ചിത നിക്ഷേപത്തിലോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ നിങ്ങളുടെ നിലവിലെ പ്രതിമാസ വരുമാനത്തിൻ്റെ 5 ഇരട്ടിയായിരിക്കണം ഈ ഫണ്ട്. 8ാമത്തെ പോയിന്റ്, മരണം, രോഗം, വൈകല്യം, നാശനഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുക. നിങ്ങളെയും കുടുംബത്തെയും അപ്രതീക്ഷിതമായ സംഭവങ്ങളിൽ നിന്ന് പരിരക്ഷിക്കാൻ ഇൻഷുറൻസ് സഹായിക്കുന്നു. ഒരു ടേം ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ലോൺ പ്രൊട്ടക്ഷൻ പോളിസി നിങ്ങളുടെ മരണത്തിൽ പോലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന ആവശ്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും നിങ്ങളുടെ വായ്പകൾ പരിഹരിക്കപ്പെടുമെന്നും ഉറപ്പാക്കും. അതിനാൽ ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വീടിൻ്റെ ഉടമസ്ഥത പോലുള്ള ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും. അതുപോലെ ആശുപത്രിയിൽ പ്രവേശിക്കൽ, അതുപോലെ വൈകല്യമുണ്ടാവുക അല്ലെങ്കിൽ സ്വത്തിന് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ എന്നിവ നിങ്ങളുടെ കടബാധ്യതകൾ നിറവേറ്റുന്നത് പ്രയാസകരമാക്കുന്നു. അതിനാൽ അത്തരം അപകട സാധ്യതകൾക്കെതിരെ മതിയായ ഇൻഷുറൻസ് നിങ്ങളുടെ കടം തിരിച്ചടവ് ട്രാക്കിൽ തന്നെ തുടരാൻ സഹായിക്കും. 9ാമത്തെ പോയിന്റ്, നിങ്ങളുടെ EMIകളും പേയ്മെൻറ്റുകളും വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ വരുമാനം കാലത്തിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. സമയത്തിനനുസരിച്ച് ഉയർന്ന വായ്പ അടയ്ക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കും. ഇത് നേരത്തെ കടത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങളുടെ നിക്ഷേപ വരുമാനം, വാർഷിക വർധനവ്, ബോണസ് വരുമാനം, ശമ്പള വർധനവ് എന്നിവ നിങ്ങളുടെ വായ്പകളിൽ പ്രീ പേയ്മെൻറ്റുകൾ നടത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ EMI വർദ്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുക. പ്രീ പേയ്മെൻറ്റുകൾ സാധാരണയായി ഫ്ലോട്ടിംഗ് റേറ്റ് ഭവന വായ്പകളിൽ ചാർജ് രഹിതമാണ്. എന്നാൽ കാർ വായ്പകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവയിൽ നിന്ന് അവർ ഈ നിരക്കുകൾ ഈടാക്കാം. എന്നിരുന്നാലും കടത്തിൽ നിന്ന് പുറത്തു കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. പ്രീ പേയിങ് നിങ്ങളുടെ പലിശ കുറയ്ക്കാൻ സഹായിക്കും. 10ാമത്തെ പോയിന്റ്, നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ നോക്കുക. ഒരു അധിക വരുമാനം നേടുന്നതിന് 2ാമത്തെ ജോലി പരീക്ഷിച്ച് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദ്വിതീയ വരുമാനം കടങ്ങൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി നീക്കി വയ്ക്കുക എന്നതാണ് ആശയം. നിങ്ങൾക്ക് ഒരു അധിക വരുമാനം നേടാൻ നിരവധി മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ പശ്ചാത്തലം, കഴിവുകൾ, അറിവ് എന്നിവയ്ക്ക് പ്രസക്തമായ ഒരു മാർഗം സ്വയം കണ്ടെത്തുക. 11ാമത്തെ പോയിന്റ്, വായ്പാ സെറ്റിൽമെൻറ്റുകൾ ഒഴിവാക്കുക. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വായ്പ നൽകുന്നയാൾ നിങ്ങൾക്ക് ഒരു വായ്പാ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ വാഗ്ദാനം ചെയ്തേക്കാം. നിങ്ങളുടെ കുടിശ്ശികയുടെ ഒരു ഭാഗം, സാധാരണയായി മുഴുവൻ കുടിശ്ശികയും അല്ലെങ്കിൽ നിങ്ങളുടെ പലിശ കുടിശ്ശികയും അടയ്ക്കാനും വായ്പ സെറ്റിൽഡായി പരിഗണിക്കാനും ഇത് നിങ്ങളെ അനുവദിക്കും. ഇത് ഒരു ലോൺ സെറ്റിൽമെൻറ്റ് റിക്കവറി ഏജൻറ്റുമാരെ നിങ്ങളുടെ പിന്നിൽ നിന്ന് ഒഴിവാക്കും. പക്ഷേ സെറ്റിൽമെൻറ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ പ്രതിഫലിപ്പിക്കുന്നത് തുടരും. ഇത് ഭാവിയിലെ വായ്പകൾ ലഭിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി മാറും. 12ാമത്തെ പോയിന്റ്, കുടിശ്ശിക സർട്ടിഫിക്കറ്റ് നേടരുത്. അതായത് നിങ്ങൾ ഒരു വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നും കടം കൊടുക്കുന്ന ആളിൽ നിന്നും കുടിശ്ശികയില്ലാത്ത സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് ഉറപ്പാക്കണം. നിങ്ങളുടെ കുടിശ്ശിക പൂർണ്ണമായും തീർപ്പാക്കിയിട്ടുണ്ടെന്നും ഈ വസ്തുതയെക്കുറിച്ച് ഒരു തർക്കവുമില്ലെന്നും ഈ പ്രമാണം സാക്ഷ്യപ്പെടുത്തും. നിങ്ങളുടെ വായ്പ സെക്യൂരിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണയം വെച്ച കൊളാട്രൽ തിരികെ ശേഖരിച്ചെന്ന് ഉറപ്പാക്കണം. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടി രേഖകൾ ശേഖരിക്കുക, ഒരു സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള അവകാശം ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലെ ഹൈപ്പോത്തിക്കേഷൻ നീക്കം ചെയ്യൽ എന്നിവയുമാകാം. ഇത് തികച്ചും അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടിശ്ശിക തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാവില്ല. 13ാമത്തെ പോയിന്റ്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെ ട്രാക്ക് സൂക്ഷിക്കുക. ആരോഗ്യകരമായ ക്രെഡിറ്റ് സ്കോർ ഒരു നല്ല വായ്പക്കാരൻ്റെ മുഖമുദ്രയാണ്. ഈ ദിവസങ്ങളിൽ മികച്ച വായ്പ ഓഫറുകൾ 750 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്രെഡിറ്റ് സ്കോറുള്ള വായ്പക്കാർക്കായി നീക്കിവച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്കോർ ഈ അടയാളത്തിന് താഴെയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം.
കാരണം വളരെയധികം കടം വാങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ വൈകിയ പേയ്മെൻറ്റുകൾ, വായ്പാ സെറ്റിൽമെൻറ്റുകൾ എന്നിവ ഉള്ളതുകൊണ്ടോ ആയിരിക്കാം ഇത്. അതിനാൽ കുറഞ്ഞത് ഓരോ മാസത്തിലും, പ്രത്യേകിച്ച് ഏതെങ്കിലും വായ്പാ അക്കൗണ്ട് അടച്ചതിന് ശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ പരിശോധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസൃതമാണെന്ന് കണ്ടെത്തണം. ഏതെങ്കിലും തരത്തിലുള്ള കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിന് കുറച്ച് സമയമെടുക്കുമെങ്കിലും നിങ്ങൾക്ക് ഒരു പ്ലാൻ സൃഷ്ടിച്ച് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഓർമ്മിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നല്ല വീഡിയോകൾ ചെയ്യുക എന്ന എൻ്റെ ഈ ഉദ്യമത്തെ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.